എല്ലാവർക്കും വലിയ ആഗോള കായിക മത്സരങ്ങൾ ഇഷ്ടമാണ്. നീന്തൽ, സൈക്ലിംഗ്, ഷോട്ട് പുട്ട്, മാരത്തൺ, ഫുട്ബോൾ, ഇതുവരെ സ്കേറ്റ് ബോർഡിംഗ് വരെ. നിങ്ങൾക്ക് കാലം പിന്നിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ കായിക മത്സരങ്ങൾ വളരെ കാലമായി വലിയതായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടു. ആധുനിക ഒളിമ്പിക് ഗെയിംസ് 128 വർഷമായി നടക്കുന്നു. നിങ്ങൾ കൂടുതൽ പിന്നിലേക്ക് പോകുക. ഇനിയും കൂടുതൽ തുടരുക. പ്രാചീന ഒളിമ്പിക് ഗെയിംസിലേക്ക് സ്വാഗതം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ നിന്നുള്ള കായിക താരങ്ങൾ മത്സരിക്കാൻ ഒത്തുകൂടിയിരുന്നു. ഇതിൽ 192 മീറ്റർ ഡാഷ് പോലുള്ള വലിയ കായിക മത്സരങ്ങൾ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് പൂർണ്ണ ആയുധധാരികളായ ഓട്ടക്കാർ ഓടിയ ഒരു ഓട്ടമത്സരവും ഉണ്ടായിരുന്നു. അവിടെ ജാവലിൻ, ഡിസ്കസ് കൂടാതെ രഥയുദ്ധവും ഉണ്ടായിരുന്നു. വലിയ കായിക മത്സരങ്ങൾ മാത്രമല്ല, കാഹളം മത്സരങ്ങൾ പോലുള്ള പ്രധാന സാംസ്കാരിക സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഈ കായിക താരങ്ങൾ കഠിനമായി പരിശീലിച്ചു. അവർ ശ്രദ്ധയും പ്രതിജ്ഞാബദ്ധയും പുലർത്തി. പുരാതന ഒളിമ്പിക് ഗെയിംസ് 1169 വർഷം നീണ്ടുന്നു. ഗ്രീസിൽ ഒളിമ്പിക് ഗെയിംസ് നടക്കുമ്പോൾ കടലിന് അപ്പുറത്ത് യേശു ജനിച്ചിരുന്നു. അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, മരിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അദ്ദേഹം തന്റെ അനുയായികളെ തന്റെ പ്രവർത്തനം തുടരാൻ വിട്ടു. പൗലോസ് യേശുവിന്റെ അനുയായി ആയി വളരെ യാത്ര ചെയ്തു. ഇന്നും നാം വായിക്കുന്ന പ്രധാനപ്പെട്ട കത്തുകൾ എഴുതിയിരുന്നു. അതിൽ ഒന്നിൽ യേശുവിനെ എങ്ങനെ പിന്തുടരണമെന്ന് വിശദീകരിക്കാൻ ആഗ്രഹിച്ചു. അതിനായി ഒരു ഓട്ട മത്സരത്തിന്റെ ഉപമ എന്ന് ചിന്തിച്ചു. നമ്മുടെ ജീവിതം ഒരു ഓട്ടം പോലെയാണ്. നാം ജനിക്കുന്നപ്പോൾ ഇത് ആരംഭിക്കുന്നു, നാം മരിക്കുന്നപ്പോൾ ഇത് അവസാനിക്കുന്നു. ചിലർ കരുതുന്നത് നമ്മൾ മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നു എന്നാണ്. പക്ഷേ പൗലോസ് യേശുവിൽ നിന്ന് പഠിച്ചത് ഈ ജീവിതത്തിലെ ഫിനിഷ് ലൈൻ എന്നത് ഒരു നിത്യജീവിതത്തിന്റെ തുടക്കമാണ്. ഫിനിഷ് ലൈനിൽ നാം ജീവിതത്തിൽ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. പൗലോസ് ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലം നേടാൻ താൻ മതിയാകുമെന്ന് കരുതിയിരുന്നു. താൻ ചിന്തിച്ച എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു. എന്നാൽ ആരും മതിയായവരല്ല, യേശുവിനെ ഒഴിച്ചാൽ ആരും. യേശു മാത്രമേ നമ്മെ ദൈവത്തോട് ശരിയാക്കാൻ കഴിയൂ. അവൻ വില അടച്ചു. അതുകൊണ്ട് പൗലോസ് ജീവിതത്തിന്റെ ഓട്ടം തനിയെ ഓടുന്നതിന് പകരം യേശുവിനെ പിന്തുടർന്ന് ഓടി. നിങ്ങളും അത് ചെയ്യാം. അത്ഭുതകരമായ ഭാഗം ഇതാ. യേശു ഇതിനകം തന്നെ ഓട്ടം ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സമ്മാനം വാഗ്ദാനം ചെയ്യുന്നു. എന്ത് സമ്മാനം? സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഒരു നിത്യ സൗഹൃദം. അതിനാൽ ഓടിക്കൊണ്ടിരിക്കുക.